നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചന കേൾവിക്കായി ഒരുമിച്ച് കൂടാൻ ഒരു ദിവസം കൂടെ നല്ല നാഥൻ നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനും കൃപയ്ക്കും അവസരത്തിനുമായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വ്യത്യസ്തമായ, തികച്ചും വളരെ വ്യത്യസ്തമായ ഒരു ദൈവീക സന്ദേശമാണ് കർത്താവ് ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വചനം കർത്താവ് തന്നിട്ടുണ്ട്. അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ 8 മണിക്കകത്ത് വെച്ച് കർത്താവ് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നൽകുമ്പോഴാണ് റിയലി നാം ബ്ലെസ്ഡ് ആകാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. എന്നത്തെയും പോലെ ദൈവം എനിക്കൊരു വചനം തന്നിട്ടുണ്ട്. അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. ചില ആത്മീയ സത്യങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എന്തുകൊണ്ട് ഒരു ദീപു കൃഷ്ണയെ ദൈവം ഈ ദൈവവേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ ഉത്തരം ഏറെക്കുറെയൊക്കെ എനിക്ക് കിട്ടി. എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പോലെ കഴിവ് കൊണ്ടോ യോഗ്യത കൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടോ ഒന്നും അല്ല നമ്മൾ ആരും ഈ ശുശ്രൂഷിക്കുന്നത് ഇവിടെ ഇരിക്കുന്നതും. അപ്പം എന്തുകൊണ്ട് എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചതിൻ്റെ ഉത്തരം കർത്താവ് ഒരളവിൽ എനിക്ക് തന്നു. അതാണ് നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകും, കർത്താവ് എന്ത് കണ്ടിട്ട് എന്നെ തിരഞ്ഞെടുത്തേ, അല്ലെങ്കിൽ എന്നെ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം, എന്താ ഉദ്ദേശം ദൈവത്തിന്, നിങ്ങളും ചോദിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് കർത്താവ് മറുപടി നൽകും, ഒരളവ് വരെയെങ്കിലും മറുപടി നൽകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ടേക്ക് പോകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 26 മുതൽ 31 വരെയുള്ള തിരുവചനം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാമോ? അരമണിക്കൂറും പോരാ, 1 മണിക്കൂറും പോരാ. ഇതിൻ്റെ ഓരോ വാക്യങ്ങളോ വാക്കുകളോ എടുത്ത് പ്രസംഗിക്കുകയാണെങ്കിൽ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ മുമ്പിലുള്ള 40-45 മിനിറ്റ് കർത്താവിൻ്റെ ആത്മാവിശക്തിയോടെ നമ്മുടെ മേൽ, നമ്മുടെ നടുവിൽ വ്യാപരിക്കേണ്ടതിനും ആ ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നാം ജാഗരിക്കേണ്ടതിനും നമ്മെ തന്നെ ഒരു നിമിഷം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം, ദൈവം നമ്മെ കേൾപ്പിച്ച, ദൈവം നമ്മെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി ജീവനും ചൈതന്യവുമുള്ളതായി ചിലരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാൻ സമയമായി. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുന്ന ചിലരുടെ ജീവിതങ്ങളിൽ ആ ദൈവത്തിൻ്റെ ജീവനും ചൈതന്യവുമുള്ള വചനം വെളിപ്പെടാൻ സമയമായി. കമോൺ റബ ശലബബ ഹർഥേരിയ ലബോൽ ഖൈൻകിയ ബഹാത് ഖോഷ്കി ലമഹത് സുവി ഹി ഖബ ഹൽതേസിസ്. പരിശുദ്ധാത്മാവേ, ആ ദൈവ സത്യങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ സന്ധ്യാവേളയിൽ പരിശുദ്ധാത്മാവ് തുറന്നു തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയിൽ നിന്നല്ല, കർത്താവിൻ്റെ ശക്തിയിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതിനും ജനത്തോട് പറയേണ്ടതിനും
ദൈവാത്മാവ് നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു കർത്താവേ. ഇപ്പോൾ മുതൽ പരിശുദ്ധാത്മാവ് സൂമിന്റെയും യൂട്യൂബിന്റെയും ഈ മൈക്രോഫോണിന്റെയും പൂർണ്ണ നിയന്ത്രണവും കർത്തൃത്വവും ഏറ്റെടുത്താലും പപ്പ, മേലാൽ അങ്ങോട്ട് സംസാരിക്കുന്നതും കേൾക്കുന്നതുമായ ശബ്ദം അപ്പങ്കൽ നിന്നായിരിക്കട്ടെ. സമ്പൂർണമായി സമർപ്പിക്കുന്നു അപ്പനെ. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ആ ദൈവവചനത്തിന് ദൈവത്തിനൊരു സ്തോത്രം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് പശ്ചാത്തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും കൊരിന്ത് സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ്ലീഹ എഴുതിയ ലേഖനമാണെന്ന് അതിൻ്റെ ശീർഷകത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് പൗലോസ്ലീഹ കൊരിന്ത് സഭയോട് പറയുമ്പോൾ തന്നെ ഈ ലേഖനം വായിച്ച് കേൾക്കുന്ന ഓരോ വ്യക്തിയും ആദ്യം അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ് അവൻ്റെ വിളി. അവൻ്റെ വിളി. ദൈവം എന്നെ വിളിച്ചിട്ട് തന്നെയാണോ ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ എത്തിച്ചേർന്നത്? ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ട് തന്നെയാണോ ഞാൻ ഇതിനകത്ത് എത്തിച്ചേർന്നത്? ഒരു കടഭാരത്തിന്റെയോ ഒരു ദാരിദ്ര്യത്തിന്റെയോ ഒരു രോഗത്തിന്റെയോ നടുവിൽ ഏതെങ്കിലും മനുഷ്യൻ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യ ശബ്ദം കേട്ട് ഒരു എടുത്തുചാട്ടത്തിന് ഞാൻ ഇതിനകത്തേക്ക് വന്ന് കാലുകുത്തിയതാണോ എന്നൊക്കെ ആരെങ്കിലും ഇന്ന് ഈ മീറ്റിംഗ് ടൈമിൽ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇരുന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ തിരുലിഖിതത്തിലൂടെ നിങ്ങളോട് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നിങ്ങളുടെ വിളിയെ കേൾക്കാനല്ല പറയുന്നേ, നോക്കാനാ പറയുന്നേ. എന്താ പറഞ്ഞേ? കേൾക്കാനല്ല പറയുന്നേ, നോക്കാനാ. അപ്പൊ ദൈവത്തിന്റെ വിളിയുടെ പ്രത്യേകത അത് കേൾക്കാൻ കഴിയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ ഉപരി കാണാൻ കഴിയുന്ന ഒരു വിളിയാണ്. ദൈവത്തിന്റെ വിളി കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ ഉപരി കാണാൻ കഴിയുന്നതാണ്. ഞാനൊരു വ്യക്തിയെ വിളിച്ചാൽ ആ വ്യക്തി എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വിളി ഒരു മനുഷ്യൻ കേട്ടാൽ അവൻ ആ വിളിയെ കേൾക്കുകയും കേൾക്കുന്നത് കൊണ്ട് അവൻ ചിലത് കാണുകയും ചെയ്യും. കേൾക്കുന്നത് കൊണ്ട് അവൻ വിളിച്ചവന്റെ പ്രവർത്തികൾ ചിലത് കാണുകയും ചെയ്യും. അങ്ങനെ ദൈവം വിവിധ ഡിനോമിനേഷനിൽ നിന്ന്, സമുദായങ്ങളിൽ നിന്ന് വിളിച്ചിട്ടുള്ള ചില വ്യക്തികൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവം വിവിധ ഡിനോമിനേഷനിൽ നിന്ന്, വിവിധ സമുദായങ്ങളിൽ നിന്ന്, വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്ന് വിളിച്ചു ചേർത്തിട്ടുള്ള ചില വ്യക്തികൾ ഇന്ന് രാത്രിയിൽ ഈ ഓൺലൈൻ മീറ്റിംഗിൽ കയറിയിട്ടുണ്ട്. അവരെ നോക്കി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളൊരു സത്യം അറിയാമോ? നിങ്ങളൊരു സത്യം അറിയുന്നുണ്ടോ? നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. എങ്ങനെ ലേഖനം പറയുന്നത്? സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നോക്കുക. ഇന്ന് രാത്രിയിൽ ഈ വിളി കേട്ടിട്ടുള്ള ചിലർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിൽ തരുന്ന ഒരു ചിന്തയെ ഞാൻ ആത്മനിയോഗത്തോടെ കൈമാറുന്നു. ഈ ദൈവ വിളിക്ക് ആമേൻ പറഞ്ഞിറങ്ങിയിട്ടുള്ള നിന്റെ കണ്ണ് ഇന്നലെ വരെ തകർച്ച കണ്ടതായിരിക്കാം, ഇന്നലെ വരെ പരാജയം കണ്ടതായിരിക്കാം, ഇന്നലെ വരെ വേദന തിന്നതായിരിക്കാം, ഇന്നലെ വരെ ദുഃഖം കണ്ടതായിരിക്കാം, ഇന്നലെ വരെ നിരാശകൾ കണ്ടതായിരിക്കാം. പക്ഷേ ആത്മനിയോഗത്തോടെ, ആത്മനിറവോടെ ഞാൻ വിളിച്ചു പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ എന്ന് പറയുന്ന ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്നു. നോക്കാൻ നീ തയ്യാറാണെങ്കിൽ, കേട്ടിട്ട് കുതറി ഓടുന്ന ഒരു കാട്ടുമൃഗത്തെ പോലെയല്ല, കേട്ടിട്ട് നോക്കാൻ നീ തയ്യാറാണെങ്കിൽ, ആ വിളിക്ക് മുന്നിലൊന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, നീ കാണാൻ ആഗ്രഹിക്കുന്നത് നിന്നെ വിളിച്ചവൻ നിന്റെ കണ്ണിൽ കാണിക്കും. നീ വാങ്ങാൻ ആഗ്രഹിച്ചത് നിന്നെ വിളിച്ചവൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ മാറാൻ ആഗ്രഹിച്ചത് നിന്നെ വിളിക്കുന്നവൻ എടുത്തു മാറ്റും. നീ ആകാൻ ആഗ്രഹിച്ചത്, കമോൺ, നീ ആകാൻ ആഗ്രഹിച്ചത്
നിന്നെ വിളിച്ചവൻ നിന്നെ ആക്കി തീർക്കും. കമോൺ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തവും വ്യക്തവുമായി ആരോടൊക്കെയോ സംസാരിക്കുന്നു. നിന്റെ വിളിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പലപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ എന്നെ ദൈവം വിളിച്ചതാണോ, അതോ ഒരു പ്രവാചകൻ എന്ന് പറയുന്ന മനുഷ്യൻ വന്ന് മനുഷ്യ ശബ്ദമായി എന്നോട് അറിയിച്ചതാണോ, അതോ എന്റെ തന്നെ ചിന്തയിലെ തോന്നലുകളാണോ, അതോ എന്റെ മിഥ്യാധാരണകളാണോ? അങ്ങനെയുള്ളവരെ നോക്കി ഇന്ന് രാത്രി ദൈവാത്മാവ് ഉറപ്പിച്ചു പറയുന്നു, നിന്നെ വിളിച്ചത് വിശുദ്ധനാണെങ്കിൽ, ആ വിളിയും തെരഞ്ഞെടുപ്പും നീ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയട്ടെ, നിന്നെ വിളിച്ചവൻ നീ കാണാൻ ആഗ്രഹിച്ചത് നിന്നെ കാണിക്കും. നിന്നെ വിളിച്ചവൻ നിന്നോട് പറഞ്ഞത് ചെയ്യും. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, കണ്ണിൻ മണി പോലെ കാത്തിടുമോ എന്ന് ദൈവത്തിന്റെ വചനം പാട്ടുകാരൻ പാടുമ്പോൾ ഇന്ന് രാത്രി ആത്മനിറവോടെ ഞാൻ പറയട്ടെ, നിന്നെ വിളിച്ചവന്റെ വിളിയിലേക്ക് ഉറ്റുനോക്കാൻ നീ തയ്യാറാണെങ്കിൽ, ആ വിളി ശബ്ദത്തിന്റെ മുമ്പിൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, കുഞ്ഞേ, ആത്മാവ് ചിലത് നിന്നെ കാണിക്കാൻ സമയമായി. പരിശുദ്ധാത്മാവ് ചിലത് നിന്നെ കാണിക്കാൻ സമയമായി. കർത്താവ് ചിലത് നിന്നെ കാണിക്കാൻ സമയമായി. കാണാൻ തയ്യാറായിക്കൊള്ളുക. വെറുതെയല്ല ഈ മീറ്റിംഗിൽ നീ ചില നാളുകൾ കൊണ്ട് കയറുന്നത്. വെറുതെയല്ല ഈ മീറ്റിംഗിൽ ആത്മാവ് താങ്കളെ ആമേൻ ആ സമയത്തേക്ക് അയച്ചു വിടുന്നത്. ദൈവത്തിന്റെ വചനം കൊണ്ട് നിന്നെ മോൾഡ് ചെയ്യാനുണ്ട്. ദൈവ ശബ്ദങ്ങൾ കൊണ്ട് നിന്നെ ബലപ്പെടുത്താനുണ്ട്. മനുഷ്യ ശബ്ദങ്ങൾ നിന്നെ വേദനിപ്പിക്കുമ്പോൾ, മനുഷ്യ ശബ്ദങ്ങൾ നിരാശപ്പെടുത്തുമ്പോൾ, മനുഷ്യൻ വിളിച്ചിട്ട് നിന്നെ നിരാശപ്പെടുത്തുമ്പോൾ, മനുഷ്യൻ തരാമെന്ന് പറഞ്ഞത് തരാതെ നിന്നെ വിളിച്ച വിളി വ്യർത്ഥമായി അവൻ കാണുമ്പോൾ, ആ വിളി നിനക്കൊരു വ്യർത്ഥമായി തോന്നുമ്പോൾ, യേശുവിന്റെ ആത്മാവ് പ്രിയപ്പെട്ട സഹോദരി സഹോദര നിന്നോട് പറയുന്നു, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ വിളിക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. ദൈവം താങ്കളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിളിച്ച വിളിക്ക് നിനക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വിളിക്ക് താങ്കൾ നിന്നിട്ടുണ്ടെങ്കിൽ ആ വിളി ദൈവത്തിൻ്റെതാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ മറുപടി വരുന്ന കേന്ദ്രം ദൈവത്തിന്റെ സന്നിധിയാണ്. നിന്റെ മറുപടി വരുന്നത് കൃപാസനത്തിനരികിൽ നിന്നാണ്. ഖമോൺ, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ട്. വേദപുസ്തകം പറയുന്നു, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല. നോക്കുക, ഒരു ജ്ഞാനി പോലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ജ്ഞാനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരുന്നതിന് പരിമിതികളുണ്ട്. എപ്പോഴും ഏതൊരു ജ്ഞാനിയും ഒരു കാര്യവും പൂർണ്ണ ഉറപ്പോടെ പറയാറില്ല. ഒരു കമ്പനിയും അവരുടെ മെഡിസിൻ 100% നിങ്ങൾക്ക് സൗഖ്യം തരും. ഏത് മനുഷ്യൻ ഉപയോഗിച്ചാലും 100% ഞങ്ങളുടെ മെഡിസിൻ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ആശ്വാസവും സൗഖ്യവും ഉണ്ടാകും എന്നൊരു കമ്പനിയും പറയാറില്ല. പാരസെറ്റമോൾ എന്ന് പറയുന്ന വളരെ കോമൺ ആയി നാം കാണുന്ന ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് ഞാൻ കഴിച്ചാൽ എനിക്ക് സൗഖ്യമാകുമെങ്കിൽ എന്റെ ഭാര്യ കഴിച്ചാൽ അവൾക്ക് സൗഖ്യമാകണമെന്നില്ല. ചിലപ്പോൾ അവൾക്ക് ഡോളോ കഴിച്ചാലേ സൗഖ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെ പാരസെറ്റമോൾ കമ്പനി, ജനറിക് മെഡിസിൻ ഇറക്കുന്ന ഒരു കമ്പനിയും പറയാറില്ല ഞങ്ങളുടെ പാരസെറ്റമോൾ കഴിച്ചാൽ ഏതു വ്യക്തി എടുത്താൽ അവന് പനി മാറിയിരിക്കും. പറയാറില്ല. എന്നതുപോലെ ഒരു ജ്ഞാനിയും പൂർണ്ണ 100% ഉറപ്പിൽ അവരുടെ ഒരു ജ്ഞാനവാക്കുകളും മനുഷ്യന്റെ മുമ്പിൽ അവർ നിരത്തി വെക്കാറില്ല. നിങ്ങൾ പരിശീലിച്ചു നോക്കുക, പരിശ്രമിച്ചു നോക്കുക, ഒത്താലൊത്തും എന്നേ പറയാറുള്ളൂ. പക്ഷെ വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഒരു വാക്യം, ഞാൻ നിന്നെ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷവും പോലെയും ആക്കി തീർക്കുമെന്ന് പറയുന്ന ദൈവവചനം ദീപു വായിച്ചാലും, ദീപുവിന്റെ ഭാര്യ വായിച്ചാലും, ദീപുവിന്റെ മക്കൾ വായിച്ചാലും, ഈ സഭയിലിരിക്കുന്ന ആര് വായിച്ചാലും, ഈ യൂട്യൂബിലിരിക്കുന്ന ആര് വായിച്ചാലും അതങ്ങനെ തന്നെ വായിച്ചോണ്ടേ ഇരിക്കുന്നവന്റെ ജീവിതത്തിൽ സംഭവിക്കും. അതിപ്പോ മോളി ആന്റി വായിക്കുമ്പോൾ മോളി ആന്റിക്ക് ഒക്കും, സുമിനി വായിക്കുമ്പോൾ സുമിനി സിസ്റ്ററിന് ഒക്കത്തില്ല എന്നില്ല. സുമിനി സിസ്റ്റർ വായിച്ചാലും, അവരുടെ മക്കൾ വായിച്ചാലും, മോളി ജേക്കബ് വായിച്ചാലും, അവരുടെ മക്കൾ വായിച്ചാലും, ഈ വചനം അവരുടെ എല്ലാം ജീവിതത്തിൽ ആ വചന പ്രകാരം വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ അവരെ ആ വേദപുസ്തകം പറയുന്ന നിലയിൽ
തഴച്ചു വളരുമാറാക്കുന്ന ദൈവവചനം നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളെ വിളിക്കുന്നതൊരു ജ്ഞാനിയല്ല, നിങ്ങളെ വിളിക്കുന്നതൊരു ചിന്തകനല്ല, നിങ്ങളെ വിളിക്കുന്നതൊരു പ്രവാചകനല്ല, നിങ്ങളെ വിളിക്കുന്നത് ദൈവമാണ്. വിളിക്കുന്നവനിലേക്ക് നോക്കുക. അവനാണ് എന്നെ വിളിച്ചതെന്ന് ഉറപ്പ് വരുത്തുക. ആ വിളിക്ക് ആമേൻ പറഞ്ഞവനെ, ആ വിളിക്ക് അടിയനിതാ പറഞ്ഞവനോട് ദൈവം സംസാരിക്കാതിരിക്കത്തില്ല, ദൈവം അവനെ ഉയർത്താതിരിക്കത്തില്ല, ദൈവം അവനെ ആദരിക്കാതിരിക്കത്തില്ല, ദൈവം അവനെ മാനിക്കാതിരിക്കത്തില്ല. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ആക്ച്വലി എൻ്റെ ഭാഗം, ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നതും ഇവിടൊന്നും അല്ല. എന്നെ കർത്താവ് കുറിവാക്യമായി ഇത് ഏൽപ്പിച്ചപ്പോൾ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ഏരിയയിലാണ് കർത്താവ് എന്നെ ഇന്ന് കൊണ്ടു നിർത്തിയത്. അതാണ് നമ്മുടെ ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ. ഞാനും ഒരു ഖദിരമരമല്ലേ, ഞാനും ഒരു ഖദിരമരമല്ലേ, ഞാനൊരു ആലല്ലേ, ഞാനൊരു ഈട്ടിയല്ലേ, ഞാനൊരു വയലറ്റ് തടിയല്ലേ, ഞാനൊരു തേക്കിൻ തടിയല്ലേ എന്നൊന്നുമല്ല ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നതും ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നതും. ഖദിരമരം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ പ്രവാചകനായ മോസസ് ദൈവശബ്ദത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഖദിരമരം. ഞാൻ ഇന്ന് ഉറപ്പിച്ചു പറയട്ടെ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഏറിയ പങ്ക് ആൾക്കാരെയും ഖദിരമരം പോലെ ആയിരിക്കാം പലരും കാണുന്നത്. അതിന്റെ കാരണം എന്താണെന്നും, ഹേ ഖദിരമരമേ, നിന്നെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്നും ഈ ഖദിരമരത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നും ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് താങ്കളെ അറിയിക്കുമ്പോൾ ഇനി താങ്കൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് നോക്കി താങ്കളെ ശപിക്കരുത്. ഇനി താങ്കൾ ഒരിക്കലും ഈ ജീവിതം വെറുക്കരുത്. ഇനി ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. മരിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് കരുതരുത്. കാരണം ആരും തിരിഞ്ഞു നോക്കാനും ആരും വിളിക്കാനും ഇല്ലാത്ത എന്നെയും താങ്കളെയും ഒക്കെ ദൈവം വിളിച്ചതിന്റെ പിന്നിൽ ഒരു ഭയങ്കര പരമോദ്ദേശമുണ്ട്. അതാണ് തിരുവെഴുത്തിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്: സഹോദരന്മാരെ, സഹോദരിമാരെ, മക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. റോമർക്കെഴുതിയ ലേഖനം പറയുന്നു, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവിൻ. നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കണമെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ജയശാലികളായി മുമ്പോട്ട് പോകണമെങ്കിൽ നിശ്ചയമായിട്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ വളരെ കർശനമായി നാം മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ഈ കാര്യത്തിന് ഉറപ്പില്ലെന്നുണ്ടെങ്കിൽ സാത്താൻ നമ്മളെ പാറ്റിക്കളയും. ഒന്ന്, എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ്. എന്നോട് ദൂത് പറഞ്ഞത്, എന്നോട് ആലോചന പറഞ്ഞത്, എനിക്ക് വാഗ്ദത്തം തന്നത് ദൈവമാണ്. രണ്ട്, ആ വിളിയും തെരഞ്ഞെടുപ്പും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. ഇനി തല പോകേണ്ടി വന്നാലും ഞാൻ ഈ വിളിയിൽ സംശയിക്കത്തില്ല. ഞാൻ അതിനെ ഉറപ്പാക്കുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ഉറപ്പാക്കുന്നു. ഇത് പറയാത്ത ഒരു വ്യക്തിയെ പോലും സാത്താൻ വെച്ചേക്കുകയല്ല. ഇത് പറയാത്ത ഒരു വ്യക്തിയെ പോലും സാത്താൻ വെച്ചേക്കുകയല്ല. ഇത് പറയാത്ത വ്യക്തികളാണ് കൂടെ കൂടെ വിളിച്ചിട്ട്, എന്താ പാസ്റ്ററേ എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ നിരാശ കൊള്ളുന്നത്. നോക്കുക, ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ആ ഖദിരമരത്തിലേക്ക് പോകാം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. എനിക്കിന്ന് ഒത്തിരി സൗണ്ട് എടുത്ത് പ്രസംഗിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഇങ്ങനെ പ്രീച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വളരെ സാവധാനം ചിന്തിച്ച്, എന്നാൽ സാധാരണമായ ഒരു ദൈവിക മർമ്മം നമുക്ക് കർത്താവ് നൽകൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നമുക്ക് സാവധാനം ചിന്തിച്ച് ആ ദൈവ സാന്നിധ്യത്തിനകത്ത് കയറി നമുക്ക് ആശീർവാദം പറയാം. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇരിക്കണം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ആശ്ചര്യമായി തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹീറോയിസം. കർത്താവായ
ഇവിടെ മുതൽ നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹീറോയിസം. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല യൂത്ത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ആക്ടർ യേശു ക്രിസ്തുവാണ്. തന്റെ ആക്ടിങ് എന്ന് പറയുന്നത് അഭിനയമായിരുന്നില്ല, അനുഭവമായിരുന്നു. തന്റെ ജീവിതം തന്നെ താൻ ജനത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച് അവരുടെ കൈയടി നേടിയ, ഇന്നും യേശു എന്ന് പറയുമ്പോൾ കൈയടി, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് കരങ്ങൾ ഉയർത്തുന്ന ദൈവമക്കൾ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തത് കൊണ്ട്. അപ്പൊ ഞാൻ കണ്ട ഏറ്റവും നല്ല ഒരു ആക്ടർ എന്ന് പറയുന്നത് ജീവിതം കൊണ്ട് അഭിനയിച്ച, ജീവിതം കൊണ്ട് ആക്ട് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. കയ്യടി നേടാൻ വേണ്ടി അഭിനയിച്ചതല്ല, അല്ലെങ്കിൽ ആക്ട് ചെയ്തതല്ല, അല്ലെങ്കിൽ കയ്യടി നേടാൻ വേണ്ടി താൻ ജീവിച്ചതല്ല. തന്റെ ജീവിതം തന്നെ ജനം കൈയടിച്ച് അംഗീകരിക്കുന്ന നിലയിൽ ആയിത്തീർന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കണ്ട ഏറ്റവും നല്ല സൗമ്യൻ കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. ഞാൻ കണ്ട ഏറ്റവും നല്ല ഗൗരവമുള്ള ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ കണ്ട ഏറ്റവും നല്ല പ്രാർത്ഥനാവീരൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഹീറോ, ജീവിച്ച് ഹീറോ ആയ ഒരു വ്യക്തി കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. എന്താണെന്ന് ചോദിച്ച് എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഹീറോയാണ്. നമ്മളൊക്കെ ഹീറോ ആകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹീറോ ആയ ഒരു വ്യക്തി അംഗീകരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ശത്രുക്കളുടെ മുമ്പിലേക്ക് ഒറ്റയ്ക്ക് നെഞ്ചും വിരിച്ചിറങ്ങി വന്ന് ആൾക്കാരെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ചുഴലിക്കാറ്റ് പോലെ അവരെയൊക്കെ അടിച്ചു മലർത്തിയിട്ട് ഒറ്റയ്ക്ക് സ്ലോ മോഷനിൽ നടന്നു വരുന്നവനെയാണ് നമ്മളെല്ലാവരും അല്ല ഒന്നാം തരം ഹീറോയായി, നടനായി, നായകനായി നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയും, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതവും, യേശുക്രിസ്തുവിന്റെ ലൈഫും, യേശുക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡും, യേശുക്രിസ്തുവിന്റെ ഡിസിഷൻസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ആത്മസംയമനം പാലിക്കാതെ പ്രതികരിച്ചതായിട്ടും പ്രവർത്തിച്ചതായിട്ടും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടേ ഇല്ല. അവൻ എപ്പോഴും പൊളൈറ്റായി, ക്ഷമയോടെ, താഴ്മയോടെ സകല കാര്യങ്ങൾക്കും 100% പരിഹാരമുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത യേശു ക്രിസ്തു ഇന്ന് രാത്രിയിലും ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു സാവധാനത കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു സ്ലോ മോഷനിൽ അവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അവൻ ഒരല്പം കാലതാമസം വരുത്തുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കർത്താവ് ഒരല്പം സമയം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ, അത് ഏറ്റവും ഭംഗിയായി, ഏറ്റവും പൂർണ്ണതയോടെ, ഏറ്റവും നല്ല നിലയിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരാനും അതിനകത്തൊരു പൂർത്തീകരണം വരുത്താനുമാണെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഞാൻ വീണ്ടും പറയട്ടെ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ഒരു മത്സരം വെക്കുമ്പോൾ സ്കൂളിൽ നിന്ന് യോഗ്യത അടിസ്ഥാനത്തിൽ കുട്ടികളെ വേർതിരിക്കും. ഒരു ഓട്ട മത്സരം വെക്കുമ്പോൾ ഒരു സ്കൂളുകാരും ഒരു കാല് വയ്യാത്ത കുഞ്ഞിനെ ഓട്ടക്കളത്തിലേക്ക് ഇറക്കാറില്ല. 2 കാലിന് ആരോഗ്യമുള്ളതും നന്നായി ഓടാൻ പരിശീലിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അതുപോലത്തെ ശരീരഘടനയായിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഓട്ടക്കളത്തിൽ ഓടാൻ, പന്തയത്തിന് വേണ്ടി 10 പേര് വേണമെങ്കിൽ 10 പേരെയും അങ്ങനെയുള്ളവരെ മാത്രമേ, ഒരേ പൊക്കം, ഒരേ വണ്ണം, ഒരേ വെയിറ്റ്, ഇങ്ങനെയാണ് അതിനകത്ത് സെലക്ഷൻ നടക്കുക. പക്ഷെ യേശുവിനെ സ്വർഗം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഒരു മനുഷ്യന് പോലും മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, ഈ അയക്കപ്പെടുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു ലോക രക്ഷകനെന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വലിയ സത്യം തിരിച്ചറിയുക. അതായത് ഒരു വ്യക്തിക്കും മനസ്സിലാക്കാനോ ഒരു വ്യക്തിക്കും വേഗത്തിൽ പിടികിട്ടുന്ന രീതിയിലോ ദൈവം ഈ ഭൂമിയിൽ ഒന്നും ചെയ്തിട്ടില്ല. എന്തിനേറെ പറയുന്നു, യേശുക്രിസ്തുവിന്റെ വായിലൂടെ പുറത്തു വന്ന ഉപമകൾ പോലും ഫസ്റ്റ് ഷോട്ടിൽ ഒരു മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല. ഇതിനകത്തൊരു ദൂതുണ്ട്. സ്വർഗം ഭൂമിയിലേക്ക് അയച്ച രക്ഷകനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് രക്ഷകനാണെന്നോ, രക്ഷകന്റെ പ്രവൃത്തി ഇതാണെന്നോ, രക്ഷകന്റെ പ്രവൃത്തി പദവും പ്രവർത്തന മണ്ഡലവും ഇതാണെന്നോ, രക്ഷകന്റെ പ്രവർത്തന രീതി ഇതാണെന്നോ ഒരു ജ്ഞാനികളും ഒരു പണ്ഡിതന്മാരും ഒരു വിദ്വാൻമാരും ഒരു കൽദയരും ഒരു ക്ഷുദ്രപ്രവർത്തക്കാരനും
ഒരു മന്ത്രവാദിയും ഒരു ആഭിചാരകനും മനസ്സിലാക്കാതെ ഇരുന്നപ്പോൾ അവൻ വന്ന പ്രവൃത്തി 33.5 തിരുവയസ്സിൽ അവൻ നിവർത്തിച്ചപ്പോൾ സകല കൽദയരും സകല ക്ഷുദ്രപ്രവർത്തിക്കാരും സകല ആഭിചാരകനും സകല മന്ത്രവാദികളും സകല ജ്ഞാനികളും സകല വിദ്വാൻമാരും എല്ലാവരും മൂക്കത്തു വിരൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയും ഒരു രക്ഷകൻ, ഇങ്ങനെയും ഒരു രക്ഷാകര പദ്ധതി, ഇങ്ങനെയും ഒരു ദൈവപ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്തെടുക്കുമെന്ന് ഞാൻ എന്റെ കബടി നിരത്തിയപ്പോ കണ്ടില്ല, ഞാൻ മഷിയിട്ട് നോക്കിയപ്പോ കണ്ടില്ല, ഞാൻ മന്ത്രം വാദിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ടില്ല. ഇതെന്തൊരു പദ്ധതി, എന്തൊരു ശ്രേഷ്ഠ പദ്ധതി! വിശുദ്ധ ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും അവസാനം ആമേൻ ആമേൻ ഇങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞു, അവൻ ദൈവപുത്രൻ തന്നെ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, നിങ്ങളുടെ സ്വപ്നത്തിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷാകര പദ്ധതി ദൈവത്തിന് ഒരുക്കാൻ സാധിക്കില്ല എന്നില്ല, ദൈവത്തിന് ഒരുക്കിക്കൂടാ എന്നില്ല. സ്വർഗം ഭൂമിയിലേക്ക് അയച്ച ഒരു അത്ഭുതത്തെ പോലെ ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചുകൂടാ എന്നില്ല, ഒരു അതിശയം സംഭവിച്ചുകൂടാ എന്നില്ല. അവൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ കേൾക്കുന്ന ഈ വചനത്തിൽ സ്വർഗം താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൂടാ എന്നില്ല. വിശ്വസിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയുക, ദൈവത്തിന്റെ പ്രവൃത്തി വരുന്നത് ബെൻസ് കാറിലല്ല, അത് ഭോഷത്വമായ രീതിയിലാണ്. ദൈവത്തിന്റെ മറുപടി വരുന്നത് BMW കാറിലല്ല, അത് നമുക്ക് ലജ്ജയെന്ന് തോന്നുന്ന രീതിയിലാണ്. ലോകത്തെ രക്ഷിപ്പാൻ ദൈവം കണ്ട ഏറ്റവും നല്ല ഭോഷത്വമായിരുന്നു ആമേൻ നാം എല്ലാവരും ഏറ്റുപറയുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു. ശുദ്ധ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ജ്ഞാനികളെ അല്ല അവൻ തെരഞ്ഞെടുത്തത്, പണ്ഡിതന്മാരെ അല്ല അവൻ തെരഞ്ഞെടുത്തത്, അഭ്യാസികളെ അല്ല അവൻ തെരഞ്ഞെടുത്തത്, ആയുധമുള്ളവനെ അല്ല തെരഞ്ഞെടുത്തത്, ആയുധത്തോടെ അല്ല അവനെ അയച്ചത്. അവനെ വെറും ഒരു മാംസപിണ്ഡമായി, മാംസ ശരീരമായി, ശരീര രക്താദികളോടുകൂടെ എന്റെ നടുവിലേക്ക് അയച്ച് എന്നെ പോലെ പ്രസവിപ്പിച്ച്, എന്നെ പോലെ വളർത്തി, എന്നെ പോലെ ജീവിപ്പിച്ച് ആമേൻ മഹത്വത്തിന്റെ തേജസ് അണിയുന്ന നിലയിൽ അവനെ ആക്കിയെടുത്തത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തും? ഞാൻ ഇവിടുന്ന് എങ്ങനെ മുമ്പോട്ട് പോകും? ഞാൻ ഇവിടുന്ന് എങ്ങനെ അടുത്ത കാര്യങ്ങൾ ചെയ്യും? ഇവിടുന്ന് ഞാൻ എങ്ങനെ ഇതിന് നീക്കുപോക്കുണ്ടാക്കും എന്ന് ചോദിക്കുന്ന കുഞ്ഞെ, നീ മനസ്സിലാക്കുക, തിരിച്ചറിയുക, ബെത്ലഹേം എന്ന അപ്പത്തിന്റെ ഭവനത്തിൽ ആമേൻ അവൻ ജനിച്ചത് കൊട്ടാരത്തിനകത്തല്ല, അവൻ ജനിച്ചത് കാലിത്തൊഴുത്ത് അല്ല, വഴിയമ്പലത്തിലായിരുന്നു. അവിടുന്ന് എടുത്ത് പുൽത്തൊട്ടിയിൽ കിടത്തിയ കർത്താവിനെ പിന്നെ വെച്ചത് ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയ്ക്കകത്താണെങ്കിൽ സ്വർഗം അവൻ ജനിച്ചപ്പോൾ അവന് പലരെയും വെച്ച കല്ലറയല്ല, ആരെയും വെച്ചിട്ടില്ലാത്ത, ആരും തൊട്ടിട്ടില്ലാത്ത, ആരും മണത്തിട്ടില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേറിയിട്ടില്ലാത്ത അവന് വേണ്ടി വെട്ടിച്ച ഒരു കല്ലറയെ സ്വർഗം അവൻ ജനിച്ചപ്പോൾ തന്നെ ഒരുക്കിയെങ്കിൽ ജീസസ്, ഇന്ന് രാത്രിയിൽ നിന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, നീ കരുതി വെച്ചിട്ടില്ലാത്തത്, നീ ശേഖരിച്ചിട്ടില്ലാത്തത്, നീ പ്ലാൻ ചെയ്തിട്ടില്ലാത്തത് സ്വർഗം താങ്കൾക്ക് വേണ്ടി ചെയ്യാതിരിപ്പാൻ അവൻ മനുഷ്യനല്ല. അവന്റെ വാക്ക് മനുഷ്യവാക്ക് പോലെയല്ല, അവന്റെ പ്രവൃത്തി മനുഷ്യ പ്രവൃത്തി പോലല്ല, അവന്റെ ബുദ്ധി മനുഷ്യ ബുദ്ധി പോലെയല്ല. മനുഷ്യന്റെ പരിമിതികളിൽ അവസാനിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഓ മൈ ജീസസ്, ലാ ബ്രാഖാറ്റാ ബോഷെറ്റേലെ റെമേഖേറ്റേസിയ. ഓ നിന്റെ പരിധികളെ പൊട്ടിക്കുന്ന ഒരു ദൈവകൃപ, നിന്റെ ചിന്താമണ്ഡലങ്ങളെ പരിധികളെ പൊട്ടിക്കുന്ന ഒരു ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ഖദിരമരം എന്നാരെങ്കിലും പറഞ്ഞോ? അല്ല, ഖദിരമരത്തിന്റെ അനുഭവങ്ങളാണോ കുഞ്ഞെ നിന്റെ ജീവിതം? ഖദിരമരത്തിന്റെ അനുഭവമാണോ കുഞ്ഞെ? എന്താണ് ഖദിരമരം? ഞാൻ അതിലേക്ക് നിന്നെ കൊണ്ടുപോകുകയാണ്. സമയം തികയുമോ എനിക്കറിയത്തില്ല. കൊണ്ടുപോവുകയാണ്. ഈ മെസ്സേജ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇതിനകത്ത് ഒത്തിരി ചിന്തിക്കാനുണ്ട്, പിന്നെ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. അവിടെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പ് പുതിയ നിയമത്തിൽ ക്രിസ്തു ആയിരിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ആലയത്തിന് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്ന പഴയ നിയമത്തിൽ സമാഗമന കൂടാരം നിർമ്മിക്കാൻ മോശയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ അതിനകത്ത് അത്ഭുതം തോന്നും നമുക്ക്. പുറപ്പാട് പുസ്തകം 37-ാം അധ്യായം 15-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 37-ാം അധ്യായം 15-ാമത്തെ വാക്യം.
മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. കേട്ടോ നിങ്ങൾ, ഖദിരമരം. നമ്മുടെ ജീവിതം ഖദിരമരമാണോ? അല്ലെങ്കിൽ ഞാനൊരു ഖദിരമരമാണോ? ആണ്. എന്റെ ജീവിതത്തിൽ ഖദിരമരത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇന്ന് ഖദിരമരം അനുഭവിക്കുന്ന അവസ്ഥകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ആണ്. നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. തിരുനിവാസത്തിന് ഖദിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കേണം. ഓരോ പലകയ്ക്കും 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ആലയം ഉണ്ടാക്കുന്നതിന് പ്രവാചകനായ മോശയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ദൈവം പറയുന്ന ദൈവത്തിന്റെ ഓപ്ഷൻസ് വേണം മോസസ് തിരഞ്ഞെടുക്കാൻ. എന്നോട് കർത്താവ് ആലയം ഉണ്ടാക്കടാ ദീപു, ഒരാലയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം യഹോവയുടെ ആലയം, ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലം. തിരുനിവാസം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുന്നതാണ്. സമാഗമന കൂടാരത്തിൽ 3 ഭാഗമാണുള്ളത് തിരുനിവാസത്തിന്. വിശുദ്ധം, പ്രാകാരം, വിശുദ്ധം, അതിവിശുദ്ധം. അതിൽ 3 സ്ഥലം മുഴുവനും 48 പലകകൾ കൊണ്ടാണ്, 48 പലകകൾ കൊണ്ടാണ് ആ ദൈവത്തിന്റെ തിരുനിവാസത്തിന്റെ ചുമരുകൾ ഉണ്ടാകുന്നത്. തെക്ക് ഭാഗം 20 പലകകൾ, വടക്ക് ഭാഗം 20 പലകകൾ, പടിഞ്ഞാറ് ഭാഗം 8 പലകകൾ. ഇങ്ങനെ 48 പലകകൾ കൊണ്ട് തിരുനിവാസത്തിനകത്ത് മതിലുകൾ തീർക്കുമ്പോൾ, പിന്നെ അതിന് മേളിൽ റൂഫും ഉണ്ട്. തീർക്കുമ്പോൾ ഈ 48 പലകകളും ഖദിരമരം കൊണ്ട്, കേൾക്കുക, ഖദിരമരം കൊണ്ടുണ്ടാക്കാനാ പറഞ്ഞ്. ഖദിരമരം. എന്നോട് കർത്താവ് പറയുകയാണ്, എടാ ഒരാലയം പണിയണമെന്ന് പറഞ്ഞാൽ എത്ര കടമാണെങ്കിലും ബാങ്ക് ലോൺ എടുത്താണെങ്കിലും ഏറ്റവും നല്ല തടി, ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വുഡ് ഞാൻ തിരഞ്ഞെടുക്കും. ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വിലയുള്ള ബ്രിക്ക് ഞാൻ തിരഞ്ഞെടുക്കും. പാസ്റ്ററിന് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ്. കർത്താവ് വരുമ്പോൾ ഇതൊക്കെ കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? എന്തൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടിയാന്ന് പറയുമ്പോൾ നമ്മൾ ആകെ മാഡാവും, വട്ടാവും. ഏറ്റവും നല്ലത് ചെയ്തു വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. നിങ്ങൾ പണിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ എപ്പോഴും എന്തോ നിങ്ങളോട് പറയുന്നത്, ഏറ്റവും നല്ല രീതിയിൽ ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ശബ്ദ വ്യക്തത ഉണ്ടാകണം, കാഴ്ച വ്യക്തത ഉണ്ടാകണം, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലായിരിക്കണം. ഞാൻ നിങ്ങളോട് പറയാറില്ല എപ്പോഴും. അങ്ങനെ ആഗ്രഹിച്ച് വന്നതാണ് ഈ മൈക്ക് ഉൾപ്പെടെ. സത്യമല്ലേ? നമ്മൾ ആദ്യകാല മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു മൊബൈൽ ഫോണിൽ മൊബൈൽ മൈക്ക് ഉപയോഗിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അവിടുന്ന് ഈ ആഗ്രഹങ്ങളാണ് നമ്മൾ ഇതുവരെ കൊണ്ടെത്തിച്ചത് ദൈവകൃപയാൽ. ഓക്കെ, അപ്പൊ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കത്തുള്ളൂ. പക്ഷെ മോസസിനോട് ദൈവം പറഞ്ഞു, മോസസ് ഇങ്ങനെ തന്നെ ചെയ്യും, ഈട്ടിയോ തേക്കോ ഒക്കെ പോയി എടുക്കൂന്നറിയാന്നുള്ളതുകൊണ്ട് മോസസിനോട് ദൈവം പറഞ്ഞു, എടാ മോനെ, ഖദിരമരം കൊണ്ട് ഇയാൾ ഉണ്ടാക്കിയാൽ മതി. ഖദിരമരം കൊണ്ട് നീ എന്റെ ആലയം ഉണ്ടാക്കണം. ഖദിരമരം ഇസ്രായേലിന്റെ മരുഭൂമികളിൽ കാണപ്പെടുന്ന ആർക്കും വേണ്ടാത്ത, ആരും തെരഞ്ഞെടുക്കാത്ത, ഒരു ഊഞ്ഞാല് കെട്ടാൻ പോലും ആരും തെരഞ്ഞെടുക്കാത്ത ഒരു വൃക്ഷമാണ് ഖദിരമരം. ആ ഖദിരമരത്തിന്റെ പുറന്തോട് കണ്ടാൽ വിണ്ട് കീറി, അതായത് ഈ നന്നായിട്ട് ഒരു കറുത്ത ഷർട്ട് നന്നേ വെയിലത്ത് കൊണ്ടിട്ടിട്ട് ഒരു 10-15 ദിവസം കൊണ്ട് കഴിഞ്ഞ് എടുക്കുമ്പോ ആ ഷർട്ട്, കറുത്ത ഷർട്ടിന്റെ നിറം എന്തായിരിക്കുമോ അതേ നിറത്തിലിരിക്കുന്ന നരച്ച തോലുകളുള്ള ഒരു വൃക്ഷമാണ് ഖദിരമരം. കാണാൻ നല്ല റൗണ്ട് ഷേപ്പ് അല്ല, വിണ്ട് കീറി, അതായത് മരുഭൂമിയിലെ വെയിൽ മുഴുവൻ ഏറ്റ് വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഇല്ലാതെ എക്സാക്ട്ലി അക്കേഷ്യ വുഡ് ചെയ്ത്
വിണ്ട് കീറിയിരിക്കുന്ന ഒരു ഭാഗമാണ്, ഒരു വൃക്ഷമാണ്, വിണ്ട് കീറിയിരിക്കുന്ന ഒരു വൃക്ഷമാണ് അക്കേഷ്യ, ഖദിരമരം എന്ന് പറയുന്നത്. ഈ വുഡ് ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നുണ്ട്. ആ വുഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വായിച്ചൊരു ഭാഗത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അന്നത്തെ കാലത്ത് ആ വുഡ് കൊണ്ട് ഒരു ഉപകരണം ഉണ്ടാക്കിയാൽ 4000 വർഷം വരെ അതിന് ഈട് നിൽക്കുമെന്ന് ഞാൻ ഒരിടത്ത് വായിച്ചു. 4000 വർഷം വരെ ആ ഉപകരണത്തിന് ഈട് നിൽക്കും. ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ സംഭവിച്ചു? 4000 വർഷം വരെ നിങ്ങളുടെ ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും ചെയർ 4000 തലമുറകൾക്ക് മുന്നേ ഉപയോഗിച്ച സംഭവം നിങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ടോ? കാണത്തില്ല. ഈ വുഡിനെങ്ങനെ ഇത്രയും ഈട് നിൽക്കാനുള്ള കൃപ കിട്ടി? അതേ ഞാൻ പറയത്തുള്ളൂ, കൃപ കിട്ടി. ശരി, ഞാൻ പറയുന്നതിന് മുന്നേ, അപ്പൊ ഇസ്രായേലിന്റെ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു മരമാണ് ഖദിരമരം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ആരും കാട്ടിൽ കയറി വനം വകുപ്പിനെ പറ്റിക്കുന്ന പോലെ ഈ രാത്രിക്ക് രാമാനം ഈട്ടി വെട്ടിക്കൊണ്ട് പോകുന്ന പോലെ ആരും ഈ വുഡ് വെട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല. ഖദിരമരം വെട്ടി ചുമ്മാതരാന്ന് പറഞ്ഞാലും വേണ്ട ആർക്കും. പക്ഷെ വേദപുസ്തകം പറയുന്നു, ഖദിരമരം കൊണ്ട് നീ എനിക്കൊരാലയത്തിന്റെ മതിൽ തീർക്കണം. ആരും തിരഞ്ഞെടുക്കാത്ത പുറംപോക്കിൽ കിടക്കുന്ന സാധനം. ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത, ഇതിന്റെ തോട് മുഴുവൻ, ഇതിന്റെ പുറം മുഴുവൻ മുള്ളുകളുള്ളതാണ്. ഞാൻ പോയി കണ്ടിട്ടില്ല, എനിക്ക് കേട്ടും വായിച്ചുള്ള അറിവേ ഉള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നെ ചിന്തിപ്പിച്ച കാര്യം, എന്തായാലും ഞാനൊരു ഖദിരമരമായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം എന്നെ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലായിരുന്നു. എനിക്ക് എന്റെ കാര്യം അറിയത്തുള്ളൂ. അപ്പൊ ഈ മരത്തിന് മുള്ളുകൾ ഉള്ളത് കൊണ്ട്, ഇതിന്റെ ബ്രാഞ്ചസിലുമെല്ലാം മുള്ളുകൾ ഉള്ളത് കൊണ്ട്, നന്നേ ഒരു കാറ്റടിക്കുമ്പോൾ ഒരു ബ്രാഞ്ച് വന്ന് മറ്റൊരു ബ്രാഞ്ചിന്മേൽ അടിച്ച്, ആ ബ്രാഞ്ച് വന്ന് ഈ ബ്രാഞ്ചിന്മേൽ അടിച്ച്, ഈ ആടി ഒലയുന്ന സമയം മുള്ളുകൾ പരസ്പരം ഇതിന്റെ തണ്ടിന്മേൽ, ഇതിന്റെ ശാഖമേൽ കൊണ്ട് കുത്തി മുറിവേൽക്കുന്ന ഒരവസ്ഥ ഈ വൃക്ഷത്തിനുണ്ടായിരുന്നു. ഈ വൃക്ഷത്തിന്റെ ഒരു അവസ്ഥ അതായിരുന്നു. ആ വൃക്ഷം തന്നെത്താൻ മുറിവേൽപ്പിക്കുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ ഈ വൃക്ഷത്തിന്റെ പുറത്തുള്ള ഈ മുള്ളുകൾ തന്നെ മുറിവേൽപ്പിക്കുന്ന ഒരവസ്ഥകൾ ഞാൻ വായിച്ചതിൽ ഇങ്ങനെയാണ് കണ്ടത്. അതിനകത്തുനിന്ന് പശ പോലത്തെ ഒരു ദ്രാവകം പുറത്തേക്ക് വരികയും, അതിന്റെ അകത്തുനിന്ന് ആ ദ്രാവകം പുറത്തേക്ക് വരുന്നതിന്റെ ആ നനവ് മാത്രമാണ് ആ വൃക്ഷത്തിന് കിട്ടുകയും ചെയ്യുന്നതെന്നാണ് ഞാൻ വായിച്ചത്. ഓക്കെ, എന്തായാലും ആരും കൊണ്ട് ആ ഖദിരമരത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വളർന്നു എന്ന് പറഞ്ഞ് ആരും അതിനെ ട്രീറ്റ് ചെയ്യാനില്ല എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. ദൈവം ആരും ശ്രദ്ധിക്കാത്ത, ആരും നോക്കാനില്ലാത്ത ഈ ഖദിരമരത്തെ ദൈവം നോക്കി. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. സ്വയം കല്ലുകൊണ്ട് തന്റെ ശരീരം ചതച്ച് മുറിവേൽപ്പിച്ച്, തന്നെത്താൻ ചതച്ച് വേദനിപ്പിച്ച് രക്തവും വെള്ളവും പുറത്തേക്ക് ചിന്തുന്ന ഒരു ബാലനെ, ഒരു മനുഷ്യനെ എന്റെ യേശു കണ്ടപ്പോൾ, അവന്റെ കൈ കൊണ്ട് തന്നെ കല്ലെടുത്ത് സ്വന്തം ശരീരം ചതയ്ക്കുകയും വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുരാത്മാവിനെ ആ മകനിൽ കണ്ടപ്പോൾ, മനസ്സലിഞ്ഞ എന്റെ യേശു ക്രിസ്തു അവനെയും കണ്ടത് ഒരു ഖദിരമരം പോലെയാണ്. ആരും കൊണ്ടുപോയി ശുശ്രൂഷിക്കാനില്ലാത്ത, ആരും ഒന്ന് തിരിഞ്ഞു നോക്കാനില്ലാത്ത, ആ മുറിവും ചലമൊന്ന് തുടച്ച് മുറിവൊന്ന് വെച്ച് കെട്ടാനില്ലാത്ത, സ്വന്തം മകനെന്നാരും കാണാനില്ലാത്ത ആ മനുഷ്യനോട് അവനെ തന്നെ ആ ഗരസേന്യ ദേശത്ത് അവനെ തന്നെ കല്ലുകൊണ്ട് ചതച്ച്, അവനെ തന്നെ വേദനിപ്പിച്ച്, അവനെ തന്നെ മുറിവേറ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ മുറിവേൽക്കപ്പെട്ടവനായി, ചതയ്ക്കപ്പെട്ടവനായി, വിവസ്ത്രനായി അവതരിച്ച് നിൽക്കേണ്ടി വന്ന ഒരു മകനെ തേടി എന്റെ യേശുവും ആ പട്ടണത്തിലെത്തി. ഇത് തന്നെയല്ലേ ഈ ഖദിരമരത്തിന്റെയും അവസ്ഥ? തന്നിൽ തന്നെ വളർന്നു വരുന്ന മുള്ളുകൾ കൊണ്ട് തന്നെ മുറിവേൽക്കേണ്ടി വരുന്ന അവസ്ഥ. പുറത്തുനിന്ന് വരുന്ന കാറ്റുകൾ, ആരും വെള്ളമൊഴിച്ചു കൊടുക്കാനില്ലെങ്കിലും കാറ്റടിപ്പിച്ച്
ഒരു മുള്ള് മറ്റൊരു മുള്ളിന്മേൽ കൊണ്ട്, ഒരു ബ്രാഞ്ചിലെ മുള്ള് മറ്റൊരു ബ്രാഞ്ചിന്മേൽ കൊണ്ട് അതിന്റെ തന്നെ ത്വക്കും തോലും മുറിവേറ്റ് വിണ്ടു കീറി നിൽക്കുന്ന ഒരവസ്ഥയിലുള്ളൊരു ഖദിരമരം. ഇതുപോലെ പല മുള്ളുകൾ നിന്നെ വിണ്ടു കീറിയിട്ടുണ്ടാകാം, കുത്തി നോവിച്ചിട്ടുണ്ടാകാം, വേദനിപ്പിച്ചിട്ടുണ്ടാകാം. തൊട്ടടുത്തുള്ള ഒരു മുള്ള്, ചേർന്ന് നിൽക്കേണ്ട ഒരു മുള്ള്, താങ്ങേണ്ട ഒരു മുള്ള്, താങ്ങേണ്ട ഒരു ശാഖ, താങ്ങേണ്ട ഒരു ബ്രാഞ്ച് ഒരു കാറ്റിൽ നിന്റെ മേൽ വന്നടിച്ച് നിന്നെ കീറി നോവിച്ചിട്ടുണ്ടാകാം. നിന്നിൽ നിന്ന് ആ ഖദിരമരത്തിൽ നിന്ന് പശയും വെള്ളവും പുറത്തേക്ക് പോകുന്നത് പോലെ അതിന്റെ അരക്കെന്നൊക്കെ ഇവിടെ പറയും, അല്ലെങ്കിൽ അതിന്റെ ദ്രാവകം, അല്ലെങ്കിൽ ആ വൃക്ഷത്തിനകത്തുള്ള ഒരു സ്രവം പുറത്തേക്ക് വരുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഗെരസേന്യ ദേശത്ത് ആ മനുഷ്യൻ തന്നെ ചതക്കേണ്ടി വരുന്ന ഒരവസ്ഥ പോലെ മുറിവേൽക്കപ്പെട്ടവനും നോവിപ്പിക്കപ്പെട്ടവനുമായി ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഖദിരമരമേ, പുറംപോക്കിലിട്ടിരുന്ന നിന്നെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഒരു ഇൻവിറ്റേഷനും കൊടുത്ത് മോസസിനെ നിന്റെ അരികിലേക്ക് അയച്ചത്. കാണാൻ കൊള്ളാമെന്നുള്ള ഈട്ടിയും തേക്കും ചന്ദനവും ഒക്കെ സുലഭമായി ലഭിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു, അതൊന്നും എന്റെ ആലയത്തിനകത്ത് വേണ്ട. തന്നെത്താൻ മുറിവേറ്റുകൊണ്ടിരിക്കുന്ന, ഒരിറ്റു വെള്ളം പോലും വേരിൽ ഒഴിച്ചു കൊടുക്കാൻ ഇല്ലാതിരിക്കുന്ന, മരുഭൂമിയുടെ അവസ്ഥകളിൽ വരൾച്ചകളിൽ കിടക്കുന്ന ആ ഖദിരമരം തന്നെ എന്റെ ആലയത്തിന് യോഗ്യമായ പലക. ഇന്ന് രാത്രിയിലും ആരും തേടി വരാനില്ലാത്ത ഖദിരമരങ്ങളോട്, ആരും മുറിവിൽ വെള്ളവും എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടിത്തരാനില്ലാത്ത ഖദിരമരങ്ങളോട്, ആരും പരിപാലിക്കാനില്ലാത്ത ഖദിരമരങ്ങളോട്, ആരും സുഖമാണോ എന്ന് പോലും ചോദിക്കാനില്ലാത്ത ഖദിരമരങ്ങളോട്, ആരും മുറിച്ചുകൊണ്ട് ഗോഡൌണിൽ കൊണ്ട് ശേഖരിക്കാനില്ലാത്ത ഖദിരമരങ്ങളോട്, ആരും ഒരു ഊഞ്ഞാല് പോലും കെട്ടിയാടാൻ വേണ്ടി തെരഞ്ഞെടുക്കാത്ത ഖദിരമരങ്ങളോട്, അന്നത്തെ കാലത്ത് ആർക്കും വേണ്ടാത്ത ഖദിരമരങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഹേ ഖദിരമരമേ, നിന്നെ ആരും നോക്കാനില്ലെങ്കിലും, നിന്നെ ആരും വെള്ളം ഒഴിച്ചു തരാനില്ലെങ്കിലും, നിന്നെ ആരും വളർത്താനില്ലെങ്കിലും, കാര്യം ഇത്രയേ ഉള്ളൂ, ആ വൃക്ഷത്തിന് പറയത്തക്ക വലിയ ഷേപ്പില്ല, പോരെങ്കിൽ അതിന്റെ പുറം മുഴുവൻ മുള്ളുകളുമാണ്. അപ്പൊ മുള്ളുള്ള വൃക്ഷം ഉപയോഗശൂന്യം എന്നാ കണ്ടേക്കുന്നേ. എന്നാൽ എന്നിലുള്ള എന്റെ മുള്ളുകൾ, എന്റെ സ്വഭാവമാകുന്ന, വികാരങ്ങളാകുന്ന, കുറവുകളാകുന്ന, പോരായ്മകളാകുന്ന എന്നിലെ മുള്ളുകൾ കണ്ട്, ഈ ഖദിരമരമെന്ന മുള്ളുള്ള വൃക്ഷത്തെ കണ്ട് കർത്താവ് പറഞ്ഞു, ഹേ ഖദിരമരമേ, എന്താ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? നിനക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ആറ്റരികത്തോട്ട് പോയി സ്ഥാപിക്കാൻ പാടില്ലായിരുന്നു? ഇല്ല, എന്നെ നട്ടവൻ, എന്നെ ചേർത്തവൻ, എന്നെ കണ്ടവൻ, എന്നെ ഈ മരുഭൂമിയുടെ പ്രദേശത്തായി എന്നെ നിർത്തിയത്. എന്നെ ആരും പരിപാലിക്കാനില്ല. ഇവിടെ ഒരു തോട് പോലും ഇല്ല. പോയിട്ട് പറഞ്ഞു, ഹേ ഖദിരമരമേ, നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത്. നീ ഇന്നലെ വരെ മരുഭൂമിയിലായിരുന്നില്ലേ? ഇന്ന് വരെ നീ മരുഭൂമിയിലായിരുന്നില്ലേ? ഇന്ന് വരെ നീ മഴയ്ക്ക് വേണ്ടി ദാഹിച്ചില്ലേ? ഒരിറ്റ് വെള്ളം പോലും നീ കിട്ടാതെ ഈ വേനൽക്കാലത്തും ഇത്ര ഉറപ്പോടെ നീ വളർന്നു വന്നില്ലേ? ഈ മുള്ളുകൾ വേനൽക്കാലത്ത് പൊഴിഞ്ഞു പോകാതിരുന്നില്ലേ? ഇന്നു മുതൽ നിന്റെ സ്ഥാനം എന്റെ ആലയത്തിന്റെ അകത്താ. ഇന്നു മുതൽ നിന്റെ സ്ഥാനം എന്റെ ആലയത്തിനകത്താ. കർത്താവേ, കർത്താവേ, ഖദിരമരം ഇങ്ങനെ പറയും, കർത്താവേ, കർത്താവേ, ഞാനൊരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ അല്ല. എനിക്ക് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ തക്കവണ്ണം എന്നിൽ ഒരു താലന്തുമില്ല. നോക്ക്, എന്റെ സ്കിന്ന് നോക്ക്, വിണ്ടു കീറിയിരിക്കുന്നു വെയിലുകൊണ്ട്. എന്റെ പുറം നോക്ക്, എന്നിൽ തന്നെ ഇരിക്കുന്ന ശാഖകളിന്മേൽ കാറ്റടിക്കുമ്പോൾ മുള്ളുകൾ വന്ന് എന്നെ കീറുന്നു, എന്നെ നോവിക്കുന്നു. എന്റെ ശരീരം മുഴുവൻ സ്രവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നെ നിനക്കെടുത്തു പോയി ചെത്തിച്ചീകി എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. 48 പലകകൾ വേണ്ടേ? എന്നിൽ നിന്ന് നിനക്ക് കിട്ടത്തില്ല. കർത്താവ് പറഞ്ഞു, ഹേ ഖദിരമരമേ, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിൽ, ആരും നിന്നെ നോക്കാനില്ലാത്തപ്പോഴും, ആരും നിന്നെ പരിഗണിക്കാനില്ലാത്തപ്പോഴും നിന്റെ പേര് എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട് വിശുദ്ധന്മാരാൽ എഴുതി വച്ചിരിക്കുന്ന സത്യവേദ പുസ്തകത്തിന്റെ അകത്ത് ഇന്നു മുതൽ നിന്റെ പേര് ഞാൻ പതിക്കാൻ പോകുക. കാരണം എന്താണെന്നറിയാമോ?
വർഷങ്ങൾ കൊണ്ട് ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ നിൽക്കാൻ നിനക്കൊരു മനസ്സുണ്ടായില്ലേ? വർഷങ്ങൾ കൊണ്ട് ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് പിഴച്ചില്ലേ? വർഷങ്ങൾ കൊണ്ട് നീ ഒത്തിരി മുള്ളുകൾ കൊണ്ട് മുറിവേൽക്കപ്പെടുന്നില്ലേ? വർഷങ്ങൾ കൊണ്ട് നിന്റെ ശരീരം പൊട്ടി ഒലിക്കുന്നില്ലേ? വർഷങ്ങൾ കൊണ്ട് പല മുള്ളുകളാൽ നീ വേദന അനുഭവിക്കുന്നില്ലേ? വർഷങ്ങൾ കൊണ്ട് നീ അവഗണന അനുഭവിക്കുന്നില്ലേ? വർഷങ്ങൾ കൊണ്ട് നീ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിന്റെ പേര് എന്റെ പുസ്തകത്തിന്റെ അകത്ത് എഴുതാൻ ഞാൻ തീരുമാനിച്ചു. ഏറ്റവും നല്ല പ്രവാചകന്റെ കരം ഇന്ന് നിന്റെ മേൽ വരികയാ. നിന്നെ കൊണ്ട് എന്റെ ആലയത്തിന്റെ അകത്തൊരു വേല ചെയ്യാൻ എനിക്ക് പദ്ധതിയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ തിരിച്ചറിയുന്നു? ഇത് കൂട്ടമായി വളരുന്ന ഒരു സസ്യവുമായിട്ടും ഞാൻ മറ്റൊരിടത്ത് വായിച്ചു. കൂട്ടമായി വളരുന്നു എന്ന് ഞാൻ മറ്റൊരിടത്തും വായിച്ചു. ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് തിങ്ങി നിറഞ്ഞു കഴിയുമ്പോൾ ഒരു അന്ധകാരമാണെന്ന് ഞാൻ വായിച്ചു. ഒരു ഇരുളിന്റെ അവസ്ഥ. അധികം വെളിച്ചമൊന്നും ആ ഒരു പ്രത്യേക ഏരിയ നോക്കുമ്പോൾ ഒരു ഇരുണ്ട് നിറയുന്ന ഇരുട്ടുകൾ, അതായത് നമ്മുടെ ഈ മുളക്കൂട്ടമൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന പോലെ ഒരവസ്ഥ. ആ മുളക്കൂട്ടത്തിന് ഇടയ്ക്കോട്ട് കയറുന്ന എന്തായിരിക്കും അവസ്ഥ? ഒരു തരം ഡാർക്ക്നെസ് ആയിരിക്കും എന്നതുപോലത്തെ ഒരു അവസ്ഥയാണെന്ന് ഞാൻ മറ്റൊരിടത്ത് വായിച്ചിട്ടുണ്ട്. എന്നതായാലും അങ്ങനെ ഒരു അന്ധകാരമാണെങ്കിലും ആ അന്ധകാരത്തിൽ നിന്ന് മുറിച്ചെടുത്ത് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് രാത്രി ഇതിനകത്തുള്ള ചില ഖദിരമരങ്ങളെ നോക്കി എന്റെ ദൈവത്തിന് ആഗ്രഹവും ആശയുമുണ്ട്. Holy Spirit, മുറിവേറ്റ ചില ഖദിരമരങ്ങളെ കർത്താവ് തൊടുന്നു. വേദനിക്കുന്ന ചില ഖദിരമരങ്ങളെ കർത്താവ് തൊടുന്നു. അവഗണന ഏൽക്കുന്ന ഖദിരമരങ്ങളെ കർത്താവ് തൊടുന്നു. മുള്ളുകൾ കൊണ്ട് മുറിവേറ്റിരിക്കുന്ന ഖദിരമരങ്ങളെ കർത്താവ് തൊടുന്നു. മോനെ, ഇവിടുന്ന് അറുത്തെടുത്ത് തടിമില്ലിൽ കൊണ്ടുപോകാനല്ല, ഇവിടുന്ന് അറുത്തെടുത്ത് ആലയത്തിനകത്ത് കൊണ്ടുപോകാനാ ദൈവം നിന്നെ വിളിക്കുന്നേ. ആലയത്തിനകത്ത് വരുമ്പോ ദൈവത്തോളം നിന്നെയും ജനം മാനിക്കും. ആലയ പണികൾ നോക്കുമ്പോൾ നിന്നെ ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് കണ്ട് ജനം നിന്നെ തൊട്ടുനോക്കും. ആലയത്തിനകത്തേക്ക് വരുമ്പം ആമേൻ, ദൈവത്തെ വണങ്ങുന്നതോടൊപ്പം നിന്റെ മുമ്പിലും ജനം വണങ്ങും. കാരണം ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാ. സാധാരണമായ ദൈവ സാന്നിധ്യം. ഈ ഖദിരമരം ഇസ്രായേലിന്റെ മരുഭൂമിയിൽ കാറ്റത്താടി നിന്നപ്പം അതിന് അവഗണന. പക്ഷെ അവിടുന്ന് മുറിച്ചെടുത്ത ആലയത്തിന്റെ അനുഭവത്തിൽ കൊണ്ടുവന്നപ്പോ അതിന് മാനം. ഓ മൈ ജീസസ്, ഇന്ന് അപമാനിക്കപ്പെടുന്ന ആരെയൊക്കെയോ ദൈവം കാണുന്നു. മുറിവേൽക്കപ്പെടുന്ന ആരെയൊക്കെയോ ദൈവം കാണുന്നു. ആലയത്തിന്റെ അകത്ത് മുട്ടുമടക്കുന്നവനും കരങ്ങൾ വിരിക്കുന്നവനും ഇന്ന് രാത്രി ഈ ഖദിരമരത്തിന്റെ മുന്നിലും കൂടെ കരങ്ങൾ വിരിക്കുകയാണ്. ഓ ജീസസ്, ജീസസ്. In the name of Jesus Christ. ഇന്ന് ദൈവം ചിലതിനെ മുറിച്ചെടുത്ത് ആലയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ചില മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് മുറിച്ചെടുക്കുകയാണ്. ചിലരെ ആലയത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. മരുഭൂമിയുടെ വാട്ടത്തിൽ നിന്ന് ആലയത്തിന്റെ നീരോട്ടത്തിലേക്ക്. മരുഭൂമിയുടെ വാട്ടത്തിൽ നിന്ന് ആലയത്തിന്റെ അകത്ത് നീരോട്ടത്തിലേക്ക്. മരുഭൂമിയുടെ വരൾച്ചയിൽ നിന്ന് ആലയത്തിനകത്ത് നദിയിലേക്ക്. മരുഭൂമിയുടെ വരൾച്ചയിൽ നിന്ന് ആലയത്തിനകത്ത് നീരോട്ടത്തിലേക്ക് ഇന്ന് രാത്രി സ്വർഗം ചിലരെ അപ്പോയിന്റ് ചെയ്യുന്നു. Name of Jesus, the heavenly presence is moving somewhere. In the name of Jesus. എന്നും മരുഭൂമിയല്ല, എന്നും വാട്ടമല്ല, എന്നും വേനലല്ല, എന്നും മുള്ളല്ല, എന്നും പോറലല്ല, എന്നും രക്തച്ചൊരിച്ചിലല്ല. ഒരു ദിവസം സ്വർഗത്തിന്റെ കരം നിന്റെ മേൽ വരുമെന്ന് ദൈവപ്രവാചകന്മാർ നിന്നോട് പറഞ്ഞത് ഇന്നത്തെ ദിവസമാണ്. ഓ മൈ ജീസസ്. ആർക്കും വേണ്ടാത്ത നരച്ച ഒരു അൽക്കേഷ്യ മരം, ആർക്കും വേണ്ടാത്ത നരച്ച ഒരു അൽക്കേഷ്യ മരം, ആർക്കും വേണ്ടാത്ത നരച്ചൊരു ഖദിരമരം സ്വർഗത്തിൽ 48 സ്ഥാനങ്ങളിൽ സ്വർഗം പതിക്കാൻ അവന്റെ വായി കൊണ്ട് അപ്പോയിന്റ് ചെയ്തതുപോലെ ചിലരെ ഇന്ന് രാത്രി സ്വർഗം അപ്പോയിന്റ് ചെയ്യുകയാണ്. ആർക്കും വേണ്ടാത്തവനെ ദൈവത്തിന് വേണം. സ്വയം മുറിവേൽപ്പിക്കുന്നവൻ, സെൽഫ് കണ്ടമിനേഷൻ, സ്വയം കുറ്റബോധം, എന്റെ തെറ്റ്, എന്റെ കുറവ്, എന്റെ പോരായ്മ, എന്റെ കഴിവുകേട്, എന്റെ അവിശ്വാസം,
എന്നൊക്കെ പറഞ്ഞ് സ്വയം 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 കുത്തി 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 മുറിവേൽപ്പിക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്നെ തെരഞ്ഞെടുത്തത് ദൈവമാണെങ്കിൽ, നിന്നെ വീണ്ടെടുത്തത് ദൈവമാണെങ്കിൽ, ഇനി നീ നിനക്കുള്ളവനല്ല, ദൈവത്തിനുള്ളവനാണ്. ദൈവത്തിനുള്ളവനാണ്. ദൈവം നിന്നെ ആലയത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നിന്റെ ബെഡ്റൂം ഒരു ആലയമാണ്, നിന്റെ ഭവനം ഒരു ആലയമാണ്, നീ ആരാധിക്കുന്ന സ്ഥലം ആലയമാണ്. അതിനകത്ത് ഓടുന്നത് ദൈവത്തിന്റെ ജീവനാണ്. മുള്ളുകൾ എന്റെ ദൈവത്തിനൊരു പ്രശ്നമല്ല കുഞ്ഞേ. നിന്റെ മുള്ളുകൾക്കകത്തിരിക്കുന്ന മാംസമാണ് എന്റെ ദൈവത്തിന് വേണ്ടത്. നിന്റെ മുള്ളുകളെ നോക്കി എല്ലാരും അത് മുള്ള, അത് നോക്കും. കുഞ്ഞുങ്ങളെ അടിക്കാൻ പോലും അതിന്റെ വടിയെടുക്കാൻ ഒക്കത്തില്ല. മുള്ള പുള്ളിയെ വിട്ടേക്ക്. മുള്ള ഒരു ഗുണവുമില്ല. മുള്ള വേദനിക്കുന്ന കേസ്. അത് ആ കേസയിലൊന്നും കൈവച്ചേക്കല്ലേ, മുള്ളാണേ, മുള്ളുമേലാണേ കേറി പിടിക്കുന്ന. വിട്ടേക്ക്. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ പൊട്ടത്തരവും മണ്ടത്തരവും കാണിക്കല്ലേ. 1-2 പേരല്ല, 4000 പിള്ളേരും കൂടെ ചേർത്ത് 10,000-8,000 പേരുണ്ട്. ആകെ 3 അപ്പമുണ്ട്, 5 അപ്പം ഉണ്ട്. വിട്ടേക്ക്. മുള്ള അതേലൊന്നും കേറി പിടിക്കല്ലേ, മുള്ള. കുഞ്ഞേ, പലരും കൈ ഒഴിഞ്ഞത് നന്നായി. അവരെന്നെ കൊണ്ടുപോയെങ്കിൽ അവരുടെ വീട്ടുവരാന്തയിലിരുത്തി 1 കപ്പ് ചായയും 2 അപ്പവും തന്നു വിടുവായിരുന്നു. പക്ഷെ കർത്താവ് എന്നെ എടുത്തോണ്ട് പോയോണ്ട് ഞാൻ ഇന്ന് ആലയത്തിനകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടത്. ദൈവം തൊട്ടാൽ അവന്റെ ജീവിതം ആലയ സമാനമായി തീരും. ദൈവം ഒരുവന്റെ ഹൃദയത്തിൽ വാസം ചെയ്യാൻ തുടങ്ങിയാൽ അവൻ തന്നെ ദൈവത്തിന്റെ ആലയമായി തീരും. ഖദിരമരമേ, നിനക്കൊരു മാനം വന്നത് എപ്പോഴാണെന്നറിയാമോ? ഖദിരമരമേ, നിന്നെ അങ്ങോട്ട് വിരിച്ചു നിർത്തിയിട്ട് അതിനകത്തേക്ക് ആ പ്രസൻസ് അങ്ങോട്ട് കേറിയതാ. ആ പ്രസൻസ് അങ്ങോട്ട് കേറിയപ്പോഴാ ഖദിരമരത്തിന് മാനം വന്നത്. 37 അധ്യായം 15 വാക്യം ഇങ്ങനെ പറയുന്നത്, മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. വർഷം 10-15 വേനല് പൊതിഞ്ഞുകൊണ്ടിരുന്ന ഒരു ഖദിരമരത്തിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കണേ. കർത്താവിന്റെ കയ്യിലേക്ക് കയറിയപ്പോ വേനല് മുള്ളും കൊണ്ട് പൊതിഞ്ഞിരുന്ന ഖദിരമരത്തെ ദൈവകരങ്ങളിലേക്ക് വന്നപ്പോ പൊന്നുകൊണ്ട് പൊതിഞ്ഞു എന്നാ പറയുന്നേ. ജീസസ്. ഖദിരമരമാകുന്ന എന്നെ ക്രിസ്തുവിന്റെ കൃപ കൊണ്ട്, കൃപയാകുന്ന പൊന്നുകൊണ്ട് പൊതിഞ്ഞ് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി എന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിന്റെ കൃപയെന്നൊന്നല്ലാതെ ഈ മുള്ളുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന, നരച്ചിരുന്ന, ഉപയോഗശൂന്യമായിരുന്ന, ഷേപ്പ്ലെസ് ആയിരുന്ന എന്നെ ദൈവത്തിന്റെ കൃപ പൊതിഞ്ഞു എന്നല്ലാതെ അതിനകത്തെനിക്ക് മറ്റെന്ത് പറയാൻ കഴിയും? ഇന്ന് രാത്രിയിൽ ചില ഖദിരമരങ്ങളെ എന്റെ ദൈവം കൃപയാകുന്ന പൊന്നുകൊണ്ട് പൊതിയാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കളും മരുമക്കളും നിങ്ങളെ ഖദിരമരമായി മരുഭൂമിയുടെ അനുഭവത്തിൽ ഇട്ടിട്ടുണ്ടായിരിക്കാം, എറിഞ്ഞിട്ടുണ്ടായിരിക്കാം. മുള്ളുകളായിരിക്കാം നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നത്, മുള്ളിന്റെ അവസ്ഥയിലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ തട്ടി ഉണർത്തിയിട്ട് പറയുന്നു, നിങ്ങളെ ദൈവത്തിന്റെ കൃപയാകുന്ന പൊന്നുകൊണ്ട് ഇന്ന് രാത്രി പൊതിയാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ കൃപയാകുന്ന പൊന്നുകൊണ്ട് ഇന്ന് രാത്രി പൊതിയാൻ പോകുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ പൊതിയാൻ പോകുക. നിങ്ങളുടെ ചരിത്രം മാറാൻ പോകുക. നിങ്ങളുടെ സ്ഥാനം മരുഭൂമിയിലല്ല കേട്ടോ, ആലയത്തിനകത്ത്. കർത്താവ് ഇറങ്ങി വരുന്ന സ്ഥലത്താണ് നിന്റെ സ്ഥാനം. ഇന്ന് രാത്രി മരുഭൂമിയുടെ അവസ്ഥ എടുത്തു മാറ്റും ദൈവം. ആ വരൾച്ച എടുത്തു മാറ്റും, ആ മുള്ളുകളെ എടുത്തു മാറ്റും. ആ സ്വർഗം നിന്നെ ഇന്ന് രാത്രി കൃപയാകുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയാൻ പോകുക. മുള്ളൊക്കെ പരിശുദ്ധാത്മാവ് പൊതിയുന്നതോടെ മുള്ളൊക്കെ ചാരമായി പോകും. മുള്ളിന്റെ അവസ്ഥകൾ ചാരമായി പോകും. ആ രോഗമാകുന്ന മുള്ള്, കടഭാരമാകുന്ന മുള്ള്, കുത്തുവാക്കുകളാകുന്ന മുള്ള്, അവഗണനകളാകുന്ന മുള്ള്, കയ്പാകുന്ന മുള്ള്, മുറിവേൽപ്പിക്കുന്ന മുള്ള് ഇന്ന് രാത്രി ദൈവം എടുത്തു മാറ്റും കേട്ടോ, എടുത്തു മാറ്റും. കുഞ്ഞെ നീ വിശ്വസിക്കുന്നുണ്ടോ? എന്നോടായി കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അതോ നീ ഇതൊരു ദീപുവിന്റെ ശബ്ദമായിട്ടാണോ കേൾക്കുന്നത്, ദൈവശബ്ദമായിട്ടാണോ കേൾക്കുന്നത്?
ഞാനിത് എൻ്റെ ജീവിതത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞ കാര്യമാണ്. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിന്റെ മുള്ളുകൾ അപ്രത്യക്ഷമാകും. ദൈവത്തിന്റെ കൃപയായിരിക്കും എന്നിൽ പൊതിയുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് രാത്രി സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ഒന്നും കൂടെ ഞാൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് ഓടിപ്പോയിട്ട് വായിക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. മനസ്സിലായോ? ദൈവത്തിന്റെ ആലയത്തെ പണിതെടുക്കാൻ ആരും ശ്രദ്ധിക്കാത്ത, ആരും തിരഞ്ഞെടുക്കാത്ത, മരുഭൂമിയുടെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു ഖദിരമരത്തെ എടുക്കണമെന്ന് മോസസിനോട് ദൈവം പറഞ്ഞതുപോലെ, ആരും മൈൻഡ് ചെയ്യാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ആരും സ്നേഹിക്കാത്ത, സ്നേഹിക്കപ്പെടാൻ ആരുമില്ലാത്ത ഒരു യോസേഫും മറിയയും മാത്രം ഉണ്ടെന്ന് പറയാവുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഇതുപോലെ മുള്ളുകൾ കൊണ്ട് അവനെ പൊതിഞ്ഞിരുന്നു. മുള്ളുകൾ കൊണ്ട് അവനെ മുറിവേൽപ്പിച്ചിരുന്നു. മുള്ളുകൾ കൊണ്ട് അവന്റെ ശരീരം മുഴുവനും ചാട്ടയും മുള്ളും കൂടെ കൂട്ടിക്കെട്ടി ശരീരം മുഴുവൻ ഉഴവുകാർ ഉഴുതുമറിച്ചിട്ട കണ്ടം പോലെ ആക്കി തീർത്തു. ഒരു മനുഷ്യനും എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടാനില്ലാണ്ടിരുന്നപ്പോൾ, വിവസ്ത്രനായിരുന്നപ്പോൾ, 3-ാം നാൾ പരിശുദ്ധാത്മാവ് അവനെ വന്നു പൊതിഞ്ഞ് രൂപമാറ്റം വരുത്തി അവനെ ശരീരത്തോടെ എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി അവിടുത്തെ ആലയത്തിൽ പ്രതിഷ്ഠിച്ച പോലെ ഇന്ന് രാത്രിയിൽ എൻ്റെ യേശു നിന്നെ തൊടുന്നു. എൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. എൻ്റെ കർത്താവ് നിന്റെ മുള്ളിന്റെ അവസ്ഥകളെ എടുത്തു മാറ്റുന്നു. കുഞ്ഞേ, മുള്ളിന്റെ അവസ്ഥകൾ എടുത്തു മാറ്റുന്നു. നീ ദൈവത്തിന്റെ ആലയമായി തീരുന്നൊരു രാത്രിയാണ്. വിശ്വസിക്കുന്നവരെ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുന്നു. മുള്ളിന്റെ അവസ്ഥകളെ സ്വർഗം ക്യാൻസൽ ചെയ്യുന്നു. ഓ ജീസസ്, ഇത് രാത്രി സ്വർഗം ചിലരെ തൊടുന്നു. ഇന്ന് വിശ്വസിക്കുന്നവരെ സ്വർഗം തൊടുന്നു. നിന്റെ മരുഭൂമിയിൽ നിന്ന് ദൈവം നിന്നെ ചേഞ്ച് ചെയ്യുകയാണ്. മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന്, ആ മരുഭൂമിയുടെ ആ വേനലിന്റെ അവസ്ഥയിൽ നിന്ന് സ്വർഗം നിങ്ങളെ ചേഞ്ച് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. He is transferring you to somewhere. ദൈവം നിങ്ങളെ മറ്റൊരിടത്ത് പാർപ്പിക്കാൻ പോകുന്നു. ദൈവം നിങ്ങളെ മറ്റൊരിടത്ത് അവന്റെ ആലയ സാന്നിധ്യത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് കൈകൊടുക്ക, ദൈവത്തിന് ആമേൻ പറയ. ആത്മാവിന്റെ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഓ ജീസസ്, ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ കേട്ട വചനം പോലെ ഞങ്ങളെ ഖദിരമരം എന്ന അവസ്ഥയിൽ നിന്ന് പൊന്നുകൊണ്ട് പൊതിഞ്ഞ, ദൈവത്തിന്റെ കൃപയാകുന്ന, സ്നേഹമാകുന്ന, പുത്രനാകുന്ന പൊന്നുകൊണ്ട് പൊതിഞ്ഞ, ദൈവത്തിന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ തിരുനിവാസത്തിലെ പലകകളായി ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അങ്ങ് പ്ലേസ് ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമായിരുന്നു. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായി ചിന്തിപ്പിച്ചൊരു സന്ദേശമാണ്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടിട്ടില്ലെങ്കിൽ മുഴുവനായിട്ട് കേൾക്കണം. മറ്റൊന്ന്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിയിക്കാൻ മറക്കരുത്. നാളെ കൃത്യം 6:30 മണിക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നാളെ കൃത്യം 6:30 മണിക്ക് ജോയിൻ ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണി മുതൽ 8 മണി വരെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് നടത്തപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ദൈവവചനം കേൾക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യുക. ഇത് ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറാണ്. നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും വാട്സാപ്പ് വഴിയോ ബോട്ടിം വഴിയോ നോർമൽ കോളിലൂടെയോ മെസ്സഞ്ചറിലൂടെയോ ഞങ്ങളെ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഏത് സമയവും പ്രാർത്ഥന സഹായത്തിന് വേണ്ടി ഈ നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ നിങ്ങൾ ഈ നമ്പർ കൊടുത്ത് അവരെ കൂടെ പ്രാർത്ഥനയിൽ നിങ്ങളൊന്ന് കൈത്താങ്ങിയാലും, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും കൂടെ അവർക്കായി പ്രാർത്ഥിക്കാമെന്നറിയിക്കുന്നു. കർത്താവിൻ്റെ വരവിലേക്കായി
ഒരു കൂട്ടത്തെ ഒരുക്കിയെടുക്കുക എന്നുള്ളൊരു വലിയ ഉദ്ദേശമാണ് ഈ പ്ലാൻ. നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയിൽ കൈത്താങ്ങുക. ഒപ്പം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒപ്പം എന്നെയും എൻ്റെ മിനിസ്ട്രിയെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നും കൂടെ ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനകളെ ചോദിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത, സൂമിലും യൂട്യൂബിലുമായി ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളോടും കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.